റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമെന്ന് വ്യക്തമാക്കി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡംഗം റിജു ഇടിയാംകുന്നേൽ രംഗത്ത്. തൂപ്പിൽപ്പടി വേഴമ്പശ്ശേരിപ്പടി ചെമ്പകപ്പാറ റോഡ് പണിയുന്നതിന് താൻ തടസ്സം നിൽക്കുന്നുവെന്ന വാദം ശരിയല്ലെന്ന് റിജു അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രദേശത്തെ റോഡുകളുടെ നിർമ്മാണത്തിനായി കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ 32.5 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നും റിജു വ്യക്തമാക്കി. കൊന്നത്തടി പഞ്ചായത്ത് പരിധിയിൽ വരുന്ന തോപ്പിൽപ്പടി വേഴമ്പശ്ശേരിപ്പടി ചെമ്പകപ്പാറ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡംഗം റിജു ഇടിയാക്കുന്നേൽ രംഗത്ത് വന്നിട്ടുള്ളത്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമെന്ന് റിജു വ്യക്തമാക്കി. നിലവിൽ ഫണ്ട് അനുവദിക്കുകയും വർക്ക് ഓർഡർ ആക്കുകയും ചെയ്തിരിക്കുന്നത് തോപ്പിൽപ്പടി വേഴമ്പശ്ശേരിപ്പടി പൊട്ടംകുളംപടി റോഡിനാണ്. ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാധന സാമഗ്രികൾ ഇറക്കിക്കഴിഞ്ഞു. നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നുവെന്ന് പറയുന്ന തോപ്പിൽപ്പടി വേഴമ്പശ്ശേരിപ്പടി ചെമ്പകപ്പാറ റോഡ് മുമ്പ് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉണ്ടായിരുന്നില്ല. നിലവിൽ ഈ റോഡ് ആളുകളുടെ ആവശ്യപ്രകാരം ആസ്തി രജിസ്റ്ററിൽ ചേർക്കുകയും നിർമ്മാണത്തിനായി 4 ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഏതാനും സമയമെടുക്കുമെന്നും റിജു ഇടിയാക്കുന്നേൽ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്ന റോഡ് കഴിഞ്ഞ 2020 ജനുവരി മാസം 10-ാം തീയതി ആസ്തിയില്ലായിരുന്നു, ആസ്തി ചേർത്തി അതിനായി 4 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതാണ്. ഈ ആളുകളെ നിർത്തി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഈ കാര്യത്തിൽ വ്യക്തമായ ധാരണയില്ലാത്ത ആളുകളെ നിർത്തിയാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. ആ റോഡിൽ നിർമ്മാണത്തോട് നടത്തുന്നതിന് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയോ മറ്റനുബന്ധ മേഖലയുള്ള ഏതൊരു ഉദ്യോഗസ്ഥനെ വിളിച്ച് ഞാൻ ഭീഷണിപ്പെടുത്തിയെന്നുള്ള വാർത്ത തെറ്റായിട്ടുള്ളതാണ്. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നിലവിലെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂവെന്നും നാളിതുവരെ താൻ ഈ നിലയിൽ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂവെന്നും റിജു ഇടിയാക്കുന്നേൽ പറഞ്ഞു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റുകാരെ ഭീഷണിപ്പെടുത്തുകയോ തടസ്സം നിൽക്കുകയോ ചെയ്തിട്ടില്ല. പ്രദേശത്തെ റോഡുകളുടെ നിർമ്മാണത്തിനായി കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ 32.5 ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ടെന്നും റിജു ഇടിയാക്കുന്നേൽ വ്യക്തമാക്കി. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റിജു ഇടിയാക്കുന്നേലിനൊപ്പം DCC അംഗങ്ങളായ ജോസ് മുളഞ്ചറ, ജോർജ് കോയിക്കക്കൊടി, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് അജീഷ്, മണ്ഡലം സെക്രട്ടറി ജയൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.